വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ രാഘവൻ നായർ എന്താ ഇവിടെ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം ആ ചോദ്യം ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്? രണ്ട് പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത് അങ്ങോട്ടല്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കേണ്ടത് താങ്കളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഗോപാലകൃഷ്ണനാണെങ്കിൽ ആകെ ഒരു വെപ്രാളത്തിലും ഒരു ആശങ്കയിലും ഒക്കെയാണ്. പക്ഷേ രാഘവൻ നായർ അങ്ങ് ഇടതടവില്ലാതെ അങ്ങ് സംസാരിക്കുകയാണ്. ഞങ്ങളിവിടെ കുറേയൊക്കെ അന്വേഷിച്ച് വന്നിരുന്നു, പക്ഷേ ആരുമില്ല എന്നാണ് പറയുന്നിരുന്നതൊക്കെ. ഞങ്ങൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു കള്ളത്തോക്ക് കേസും എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡും ഒക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങളിലൊക്കെ നമ്മളെ രക്ഷിച്ചത് ഇവിടെ വന്ന വനിതാ കളക്ടറാണ്. ആളൊരു ബഹുമിടുക്കിയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രാഘവൻ നായർ വീണ്ടും അങ്ങ് സംസാരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ആരും ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശ്യാമ പോലും ഇങ്ങോട്ട് നോക്കാത്തത്. IAS ട്രെയിനിങ്ങിന് പോയ ശാലിനിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, ശാരികയെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. ഇടയ്ക്ക് വിഷ്ണു ഇവിടെ വന്നിരുന്നു. അപ്പോഴേ ഈ ഹോട്ടൽ മാത്രം തുറന്നു കിടന്നിരുന്നു. ശാന്ത ഉണ്ടായിരുന്നു. അവൾ മിടുക്കിയാണ്, വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിരുന്നു. കണക്കൊക്കെ ഒറ്റ ദിവസം വന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല, ഉള്ളത് വന്ന് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വിഷ്ണു അതൊന്നും കാര്യമാക്കിയില്ല. പിന്നെ ഞാൻ അതൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോകാനും ഒക്കെയാണ് വന്നിരുന്നത്. നമുക്ക് എല്ലാത്തിനും ഒരു പിടിപ്പ് വേണമല്ലോ എന്നൊക്കെ അങ്ങ് കൂടുതൽ അമിതമായിട്ട് രാഘവൻ നായർ സംസാരിക്കുകയാണ്. തുടർന്ന് ഈ കളക്ടറെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് വിഷ്ണുവിനെ ലോക്കപ്പിൽ നിന്ന് രക്ഷിച്ചതും ഭാമയെ വഴി കിടന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയതും ഒക്കെ കളക്ടറാണ്. ആ കളക്ടറെ കൊണ്ട് വിഷ്ണുമോനെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന് വെച്ച് ഞാൻ ആലോചിച്ചതാണ് എന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ സംസാരിക്കാൻ എന്നായിട്ട് സമയം കൊടുക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ശാലിനിയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ലല്ലോ എന്നുള്ളത്. തുടർന്ന് വിഷ്ണുവിനാണെങ്കിൽ ഒരു കളക്ടറുടെ ഭർത്താവായിട്ട് ഇരിക്കാനൊക്കെ യോഗ്യതയുണ്ടല്ലോ, എന്താ ഗോപാലകൃഷ്ണൻ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, ഒരു ചുമ പോലെ വരികയാണ്. എന്നിട്ട് സംസാരിച്ച് തൊണ്ടയ്ക്ക് ചെറിയൊരിത്, ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് നോക്കിയിട്ട് ശാരദയെന്ന് വിളിക്കുകയാണ്. അന്നേരം അകത്ത് നിന്ന് വിളി കേൾക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനെ രാഘവൻ നായർ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ആദ്യമേ ഇവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വന്നത്. നിങ്ങളേതോ തീർത്ഥാടനത്തിലൊക്കെ ആയിരുന്നല്ലോ, എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ ശാരദയെന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ഒരു വിരുന്നുകാരനുണ്ട്, കുറച്ച് വെള്ളം എടുത്തോ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുമ്പോൾ രാഘവൻ നായർ അകത്തേക്ക് കയറി ഇരിക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, രാഘവൻ നായർ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. പുച്ഛവും പരിഹാസവും ഒക്കെ കുറച്ച് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയുകയുള്ളൂ. രാഘവൻ നായർ പറഞ്ഞതുപോലെ പഴയ ഗോപാലകൃഷ്ണനല്ല, 6 വർഷത്തിന് ശേഷമുള്ള ഈ ഗോപാലകൃഷ്ണൻ. ശരീരത്തിനുണ്ടായ തളർച്ച മനസ്സിനെയും ബാധിച്ചിരിക്കുന്നു, ഞാനായിട്ടൊന്നും ചെയ്തതല്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ആണുങ്ങളുടെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല, പക്ഷേ പെണ്ണുങ്ങളുടെ മനസ്സിൽ രഹസ്യങ്ങൾ ഇരിക്കും, അവരെത്ര കാലം വേണമെങ്കിലും ഒളിപ്പിച്ചു വയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ചായയോ കാപ്പിയോ എന്നും പറഞ്ഞുകൊണ്ട് ശാരദാമ്മ വരികയാണ്. പെട്ടെന്ന് രാഘവേട്ടൻ എന്നിങ്ങനെ പറയുമ്പോൾ അതെ രാഘവൻ നായർ തന്നെയാണ്, ചായയും കാപ്പിയോ എന്ത് വേണമെങ്കിലും ആകാമെന്ന് പറയുകയാണ്. എന്നിട്ട് ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് രാഘവൻ നായർ വന്നിരിക്കുന്നത്, ഞാനായിട്ടൊന്നും പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ അപ്പോഴാണ് പറയുന്നത്, ആണുങ്ങളുടെ മനസ്സിലൊന്നും ഇരിക്കില്ല, പക്ഷേ പെണ്ണുങ്ങൾ എത്ര കാലം വേണമെങ്കിലും രഹസ്യങ്ങൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത് അവളെ ഒന്ന് കാണാനാണ്, വിളിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, അവളെ വിളിക്കാൻ പറയുന്നുണ്ട്. അന്നേരം ശാലിനി എന്ന് വിളിക്കുമ്പോൾ എന്താ അമ്മയെന്നിങ്ങനെ അകത്തുനിന്ന് വിളി കേൾക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ശാലിനി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തുടർന്ന് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ എന്താ കാര്യം എന്നിങ്ങനെ ശാലിനി അകത്തുനിന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അച്ഛൻ വിളിക്കുന്നു എന്ന് പറയാം. അന്നേരം അച്ഛൻ വിളിക്കുന്നു എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങോട്ട് ഓടി എന്താ അച്ഛ എന്നും പറഞ്ഞ് വരുമ്പോഴാണ് രാഘവൻ നായർ കാണുന്നത്. അന്നേരം ഞാനല്ല, ഈ അച്ഛനാണ് മോളെ വിളിച്ചത് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ രാഘവൻ നായർ കണ്ട ആ ഒരു ഷോക്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശാലിനിയെ. എന്നതിന് ശേഷം വിശേഷമൊന്നുമില്ല, വെറുതെ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ സ്റ്റിക്ക് ഇങ്ങനെ കയ്യിലേക്ക് ഇടുകയാണ്. എന്നിട്ട് പോകാൻ അങ്ങ് തുടങ്ങുകയാണ്. ഒരക്ഷരം ശാലിനിയോട് സംസാരിക്കാതെ. പെട്ടെന്ന് ശാലിനിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഘവൻ നായരുടെ കാൽക്കലേക്ക് വീഴുകയാണ്. എന്നോട് ക്ഷമിക്കച്ച, എന്നോട് വെറുപ്പില്ല എന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകണം, അല്ലാതെ മനസ്സിലൊന്നും വയ്ക്കരുത്, അല്ലാതെ ഞാൻ എഴുന്നേൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ മോളെ എഴുന്നേക്ക് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനി പിന്നെ രാഘവൻ നായർ ഇങ്ങനെ പിടിക്കുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം നിന്നോട് പറഞ്ഞിട്ട് പോവാൻ തന്നെയാണ് ഞാൻ വന്നത്, പക്ഷേ ഒന്നങ്ങോട്ട് വച്ച് തന്നാലുണ്ടല്ലോ, നിൻ്റെ കണ്ണീര് കാണാനായിട്ട് എനിക്ക് സാധിക്കില്ല മോളെ, എല്ലാം പോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ ഗോപാലകൃഷ്ണനും ശാരദാമ്മയ്ക്കും ഒക്കെ അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് ഒരു വെറുതെ തുടങ്ങിയ ഒരു ഒളിച്ചു കളിയാണ്, പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയി. സമയം കഴിയും തോറും പറയാനുള്ള ധൈര്യം കുറഞ്ഞു വന്നു എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം എൻ്റെ മകൻ വിഷ്ണു അനുഭവിച്ച മനോവേദന എത്രയാണെന്ന്, ടെൻഷനും പിന്നെ എല്ലാം ഒക്കെ കൊണ്ട് അവന് പ്രാന്തായി പോകുമോ എന്ന് വരെ ഞങ്ങൾ സംശയിച്ചു എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ ശാലിനി അങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരം ശാലിനിയെ സമാധാനപ്പെടുത്താനൊക്കെ രാഘവൻ നായരും ശാരദാമ്മയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് ഉള്ളിലുള്ള സങ്കടം പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നില്ല. ശാലിനി അങ്ങ് തൊഴുതുകൊണ്ട് രാഘവൻ
രാഘവന്നാരുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിനേക്കാൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ അന്ന് എന്നെ കാണാനായിട്ട് വന്നപ്പോൾ, വിഷ്ണുവേട്ടൻ കാണാനായിട്ട് വന്നപ്പോൾ ഞാൻ മാറി നിന്നു. അതിനു മുന്നേ ഹോട്ടലിൽ ഉദ്ഘാടനത്തിന് നടത്തിയ ഒളിച്ചുകളി, പിന്നെ ഇവിടെ എന്നെ തിരക്കി വന്നപ്പോഴും ഒക്കെ ഞാൻ ഒളിച്ചു നിന്നു. അപ്പോഴൊക്കെ ഞാൻ അനുഭവിച്ച മനോവേദന എന്താണെന്ന് ആർക്കും പറഞ്ഞാലായിട്ട് മനസ്സിലാവില്ല. കൈനീട്ടിയാൽ ഒരു സ്വർഗം എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഞാനൊന്ന് ശ്രമിച്ചാൽ അത് നടക്കുമായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച് നരകത്തിൻ്റെ തീയിൽ ഞാൻ കിടന്ന് വെന്തുരുകയായിരുന്നു എന്നും പറഞ്ഞ് ശാലിനി എന്നങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരം രാഘവൻ നായർക്കും ശാരദാമ്മയ്ക്കും ഒക്കെ ഗോപാലകൃഷ്ണനും ഒക്കെ സങ്കടം വരികയാണ്. തുടർന്ന് ശാരദാമ്മ അങ്ങ് രാഘവൻ നായരല്ല ശാലിനിയെ ചേർത്ത് പിടിക്കുകയാണ്. പോട്ടെ മക്കളെ, കളക്ടർ ആണെന്നേ ഉള്ളൂ, കണ്ട രാഘവേട്ടായി മനസ്സിലിരിക്കുന്നത് ഈ പൊട്ടിപ്പെണ്ണിന് ഒന്നും മനസ്സിലിരുത്താനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പോട്ടെ, ഇനി പരസ്പരം പിന്നെ വിഴുപ്പലക്കലും കുറ്റപ്പെടുത്തലും ഒന്നും വേണ്ട, കാര്യങ്ങളൊക്കെ ഇനി മുതിർന്നവർ തീരുമാനിക്കും, അതൊക്കെ ഇനി ബാക്കിയുള്ളവരങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നിങ്ങനെ രാഘവൻ പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്, നാളെ വിഷ്ണുവിൻ്റെ നിശ്ചയമാണെന്നല്ലേ അറിഞ്ഞതെന്ന്. അന്നേരം വിഷ്ണുവിൻ്റെ സമ്മതമോ പിന്നെ ഞങ്ങളുടെ ആരുടെയും സമ്മതമില്ലാതെ സത്യഭാമയ്ക്കും ആ പെൺകുട്ടിയുടെയും വീട്ടുകാരുടെ ഇഷ്ടം മാത്രം നോക്കി നിശ്ചയം നടത്തുമെന്ന് ആരാണ് പറഞ്ഞത്? അതിന് പിന്നെ മുടക്കാനായിട്ടും അതിന് തടസ്സം നിൽക്കാനായിട്ടും എനിക്ക് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവളെ ഒന്ന് കാണണമായിരുന്നു, ഇവളുടെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് എനിക്ക് വേണമായിരുന്നു. വിഷ്ണുവിൻ്റെ ഭാര്യയല്ലേ ഈ മുമ്പിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവള് ആ പെൺകുട്ടിയുടെ മുന്നിൽ നോക്കി നീ ആരാടി എന്ന് ചോദിച്ചാൽ തീരാവുന്ന ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. സത്യഭാമയുടെ വീട്ടിലേക്ക് നീ ജില്ലാ കളക്ടറുടെ പകിട്ടും പത്രാസും എല്ലാം അങ്ങോട്ടുകൂടി നീ കാറിൽ വന്ന് ഇറങ്ങണം മോളെ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായരെ ഗോപാലകൃഷ്ണനെ ശാരദാമ്മയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ശാലിനി പറയുന്നുണ്ട് ഞാൻ വരാം അച്ഛ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർക്കും മറ്റു ഗോപാലകൃഷ്ണനും ശാരദാമ്മയ്ക്കും ഒക്കെ സന്തോഷമാവുകയാണ്. അന്നേരം കണ്ടില്ലേ, ഇതാണ് എൻ്റെ മരുമോള് എന്ന് പറഞ്ഞ് രാഘവൻ നായർ ആകെ സന്തോഷത്തിൽ തന്നെയാണ്. തുടർന്ന് വെപ്രാളത്തിനിടയിൽ രാഘവേട്ടന് കുടിക്കാൻ പോലും ഒന്നും തന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്, ശാലിനി അങ്ങോട്ട് പിടിച്ചിരുത്തുകയാണ്. ഇങ്ങോട്ട് ഇരിക്കും മോളെ എന്നും പറഞ്ഞിട്ട് ശാലിനിയും പിടിച്ചിരുത്തുന്നുണ്ട്. ഞാൻ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ, ഇവളുടെ കയ്യിൽ നിന്ന് വേണം എനിക്കൊരു കപ്പ് കാപ്പി, ഇവളുടെ കയ്യിൽ നിന്നും വല്ലതും വാങ്ങി കുടിച്ചിട്ട് എത്ര നാളായി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ രാഘവൻ നായരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സൂക്ഷിച്ച് വേണം കാപ്പി ഉണ്ടാക്കാനായിട്ട്, വലിയ കളക്ടറായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രാഘവൻ നായരുടെ മരുമകളുടെ ആ യോഗ്യത ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയണം എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ ആ സങ്കടമൊക്കെ മാറ്റാനും ശാലിനി ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ രാഘവൻ നായരാണെങ്കിൽ കണ്ണാടിയൊക്കെ മാറ്റി കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ ശാലിനിക്കും എല്ലാവർക്കും ചിരിക്കുന്നുണ്ട് ശാലിനി. അന്നേരം പോയി എടുത്തോണ്ട് വാ മോളെ എന്നും പറഞ്ഞ് ശാലിനിയെ ശാരദാമ്മ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ശാലിനി അങ്ങ് അകത്തേക്ക് പോകുമ്പോൾ രാഘവൻ നായർ സങ്കടത്തോടെ ഗോപാലകൃഷ്ണനോടും ശാരദാമ്മയോടും പറയുന്നുണ്ട്, പാവം കുഞ്ഞുങ്ങൾ എന്തുമാത്രം തീ തിന്നു, ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ദീർഘശ്വാസം വിടുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ നേരെ പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് സകല ദൈവങ്ങളോടും നന്ദി പറയുന്ന പോലെ ഇങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ പിള്ളയാണെങ്കിലും മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. എന്നാലും ഇത് എവിടെ പോയി എന്ന് വന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ രാഘവൻ നായർ തിരിച്ചു വരുന്നുണ്ട്. അന്നേരം വേറൊരു ടാക്സിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അതേസമയം തുടർന്ന് ഈ രമണൻ പിള്ളയാണെങ്കിൽ പോയി രാഘവൻ നായരെ പിടിച്ച് ഇറക്കുകയാണ്. അന്നേരം ഡ്രൈവറോട് താൻ വിട്ടോ എന്ന് പറയുന്നുണ്ട്. പൈസ കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഫോണിൽ നിന്ന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഉമ്മറത്തേക്ക് രാഘവൻ നായരെ രമണൻ പിള്ള പിടിച്ചിരുത്തുകയാണ്. അന്നേരം ഇത്രയും നേരം വരെ സത്യാമ്മ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവക്കെന്ത് പറ്റി നിങ്ങൾ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം സാർ എവിടെ പോയി എന്നും പറഞ്ഞ് തിരിച്ചു മറിച്ചും ചോദ്യമായിരുന്നു. ഒരു ടാക്സി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു, ഏർപ്പാടാക്കിയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വീണ്ടും പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യലായിരുന്നു. എനിക്കെന്തോ കൂടുതൽ അറിയാം എന്നതുപോലെയായിരുന്നു സംസാരം. ഇപ്പോഴെങ്കിലും സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ തല ഉലുക്കുകയാണ്. പക്ഷേ ആകെ ഒരു ഗൗരവഭാവത്തിലാണ് രാഘവൻ നായർ ഇരിക്കുന്നത്. തുടർന്ന് ഇത്രയും നേരം എവിടെ പോയിരുന്നു എന്നും പറഞ്ഞ് ഭാമ എങ്ങോട്ട് വരികയാണ്. അന്നേരം ഒരു സ്ഥലം വരെ പോയി എന്ന് പറയുമ്പോൾ സ്ഥലത്തിന് എന്താ പേരില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്താ ഇവിടുത്തെ തടവ് പുള്ളിയോ മറ്റോ ആണോ, പോകുന്ന സ്ഥലവും സമയവും ഒക്കെ എഴുതി വെച്ചിട്ട് പോകാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം നല്ല ശരീര സുഖമില്ലാത്ത ആളെ ഇറങ്ങി പോയത് കൊണ്ട് എവിടേക്കാണ് പോയതെന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് ശരീരത്തിനും മനസ്സിനും ഒന്നും ഒരു കുറവുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ദേഷ്യത്തോടു കൂടിയ സ്റ്റിക്ക് കുത്തി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അന്നേരം പിന്നെ എന്തിനാണാവോ ഈ വടി എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ മനോബലം മൂലം ഉണ്ടാകുന്നതാണ് ശരീരബലം. അത് അർദ്ധനാരീശ്വരൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ പകുതി ബലം സ്ത്രീ കൂടിയാണ്. എൻ്റെ ഒരു വശമാണ് തളർന്നു പോയത് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ആ ഒരു വശം ഞാനാണെന്നല്ലേ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ, അത് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ ഭാമയെന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ഒരു വശം തളർന്നു പോയത് എൻ്റെ മകളുടെ ഒരു കാര്യം മകളുടെ വീട്ടിൽ വെച്ചാണ്. അന്ന് എൻ്റെ മകളുടെ ജീവിതത്തിൽ നീ കൈകടത്തി, അന്നൊരു കുഞ്ഞു മരിച്ചു, ഞാനും തളർന്നു വീണു. ഇപ്പോൾ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നീ കമ്പിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ
അതാണല്ലേ കാര്യമെന്നും പറഞ്ഞ് ഇങ്ങനെ ഭാമ നിൽക്കുകയാണ്. ഭാമയ്ക്ക് ആ വിഷ്ണുവിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് അകത്തുനിന്ന് ശ്യാമ പുറത്തേക്ക് വന്ന് ഈ സംസാരമൊക്കെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ആരൊക്കെ എത്രയൊക്കെ വെള്ളം കോരിയാലും വിഷ്ണുവും മധുശ്രീയുമായിട്ടുള്ള വിവാഹം നിശ്ചയം ഞാൻ നടത്തും, അത് കഴിഞ്ഞ് വിവാഹവും എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, നടക്കില്ല ഭാമേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു വെല്ലുവിളിയോടുകൂടി ഇങ്ങനെ സത്യഭാമയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഭാമയും പക്ഷേ അതിൽ ആദ്യം ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്, പക്ഷേ ഭാമയും വിട്ടുകൊടുക്കുന്നില്ല. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും കണ്ടത് സ്വപ്നമൊന്നുമല്ല എന്നുള്ളതാണ് ഇതുവരെ കാണിക്കുന്നത്. ഇനി അപ്പോൾ നാളത്തെ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് രാഘവൻ നായർ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ശാലിനിയെ കൊണ്ടുവരും. അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക്